നായ്ക്കൾക്കും പൂച്ചകൾക്കും റോ ഫുഡ് അഥവാ കുക്ക് ചെയ്യാത്ത ആഹാരം കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു മാന്യ പ്രേക്ഷകൻ്റെ ചോദ്യം. റോ ഫുഡിനെ പറ്റി നേരത്തെ ഞാനൊരു എപ്പിസോഡ് ചെയ്തിരുന്നു. റോ ഫുഡ് കൊടുക്കാം. കാരണം വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 5000 വർഷങ്ങൾക്ക് മുമ്പാണ് നായ്ക്കൾ മനുഷ്യനുമായിട്ടുള്ള ആ ഒരു ബന്ധം തുടങ്ങിയത്. ആ കാലഘട്ടത്തിലൊക്കെ ഡോഗ്സും അന്നത്തെ ക്യാറ്റ്സും ഒക്കെ റോ ഫുഡ് തന്നെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇന്നും ക്യാറ്റ്സ് കഴിക്കുന്നതിനാൽ റോ ഫുഡ് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ പൂച്ചകളെ കാണാം. പൂച്ചകൾക്ക് ഏറ്റവും ഇഷ്ടം കുക്ക് ചെയ്യാത്ത പച്ചമീൻ തന്നെയാണ്. അപ്പോൾ ഡോഗ്സിനും ക്യാറ്റ്സിനും അത് രണ്ടുപേരും കാർണിവോർ ആയതുകൊണ്ട്, മാംസഭുക്കുകളായതുകൊണ്ട് അവർക്ക് റോ മീറ്റ്, റോ ഫുഡ് അഥവാ റോ മീറ്റ്, അവരൊക്കെ രണ്ടുപേരും കാർണിവോഴ്സാണ്. മീറ്റാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പോൾ റോ മീറ്റ് ഡൈജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി മറ്റേത് ജീവിയേക്കാളും, പ്രത്യേകിച്ച് മനുഷ്യനേക്കാൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരു പരിധിവരെ റോ മീറ്റ് കൊടുക്കാം. പക്ഷേ റോ മീറ്റിനെ പറ്റിയുള്ള പലവിധ സംശയങ്ങളും ചോദിക്കാറുണ്ട്. റോ മീറ്റിൽ ഉള്ള ഈ റോ ഫുഡിലൊക്കെ ഉള്ള, കുക്ക് ചെയ്യാത്ത ഫുഡിലുള്ള ബാക്ടീരിയയോ ഫംഗസോ ഒക്കെയുള്ള അകത്ത് കയറിപ്പോയാൽ ബുദ്ധിമുട്ടാവില്ലേ? അതുപോലെ തന്നെ മറ്റ്, ഇപ്പോൾ ഉദാഹരണത്തിന് മുട്ടയിലുള്ള ചില രാസവസ്തുക്കൾ, ചില ബാക്ടീരിയ, സാൽമോണല്ല എന്ന ബാക്ടീരിയ അകത്ത് പോയില്ലേ? ഇതൊന്നും പ്രായോഗികമായിട്ട് സാധാരണ ഉണ്ടാകാറില്ല. കാരണം ഇതിനെയൊക്കെ അതിജീവിക്കാനുള്ള എല്ലാവിധ കരുത്തും പ്രകൃതി തന്നെ ഈ നായ്ക്കൾക്കും പൂച്ചകൾക്കും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് റോ ഫുഡ് കൊടുക്കാം. മീറ്റ് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും അഭികാമ്യം ഹാഫ് കുക്ക്ഡ് മീറ്റ്. ഇത് ഞാൻ മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പോൾ റോ മീറ്റ് കൊടുക്കാം, റോ ഫുഡ് കൊടുക്കാം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.